എന്താ നാത്തൂനെ പരിഭ്രമിച്ചിരിക്കുന്നല്ലോ. നിങ്ങളുടെ ചേട്ടന്റെ ഒരു കാര്യേ ഈ നാട്ടിലെ ജനങ്ങളുടെ കഷ്ടപ്പാട് തീർക്കാന്ന് ശപഥം എടുത്തിരിക്ക. അതിന് പോയിരിക്ക. തിരിച്ചു വരുമെന്ന് എനിക്ക് വാക്കു തന്നിരിക്കുന്നു. എന്തായാലും വരും. കാളിമുത്തോങ്ങുന്നേ, ഞാൻ വേണം നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കാം. ആ വയലാണ് ഞങ്ങൾക്ക് എല്ലാം. ഞങ്ങളെ വിട്ടേക്കങ്ങുന്നേ. ഇങ്ങോട്ടേക്ക് നോക്ക് കാളിമുത്തു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മണലെല്ലാം നിങ്ങളാ വിറ്റത്. അപ്പൊ ഞങ്ങള് വെറുതെ ഇരുന്നു. പിന്നെ ഞങ്ങളുടെ സ്ഥലങ്ങളെല്ലാം എടുത്ത് കമ്പനിയും കെട്ടി. അതും ഞങ്ങൾ സാരമില്ലാന്ന് വിട്ടു. ഇനി ഞങ്ങളുടെ കയ്യിലുള്ള വയലും കൂടെ എടുത്തു കഴിഞ്ഞാ ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങളിപ്പോ എന്ത് ചെയ്യും? ഇത് നോക്കിയേ, ഇത് കാരണം ഞങ്ങളുടെ ജീവൻ പോയാലും സാരല്ല. ഞങ്ങളുടെ വയലുകൾ ഞങ്ങൾ വിട്ടുതരില്ല. ഇങ്ങോട്ട് നോക്ക് വീരാസ്വാമി, നിന്റെ ജീവൻ എടുത്തിട്ട് എനിക്കെന്ത് കാര്യ? എനിക്കാവശ്യം നിന്റെ ജീവനല്ല. ഇങ്ങോട്ട് നോക്കേ മാറോ. വയല് വേണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കൈരേഖയാണോ അതോ തല വേണ്ടി വരുമോ? കൈരേഖ മതി. ഓ, അത് മതിയോ? എടാ, ജീവനിൽ കൊതിയുള്ളവരെ കൈരേഖ വെച്ചിട്ട് പോയിക്കോളൂ. പേടിയില്ലാത്തവർക്ക് ഇങ്ങനെയാ ചെയ്യേണ്ടത്. എടാ, ഓരോരുത്തരെ കൂട്ടിക്കൊണ്ടുവരും. എന്താ നോക്കി നിൽക്കുന്നേ? പോവാനല്ലേ പറഞ്ഞേ? വേഗം പോവാൻ. മുതലാളി, നമ്മൾ ഇതുവരെ ഒന്നിച്ചല്ലേ നിന്നിട്ടുള്ളത്. ഈ വിവരം കെട്ടവന്മാർക്ക് വേണ്ടി നമ്മൾ വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട. നമുക്ക് സമാധാനത്തിന്റെ പാതയിൽ പോയി പപ്പാതിയായി പിരിച്ചെടുക്കാം. നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ നിഷ്കളങ്കമായ ഗ്രാമത്തിൽ പിറന്നിട്ട് സിംഹത്തെ പോലെ ജീവിക്കുമെന്ന് കരുതിയപ്പോ നീ ഒരു പൂച്ചയെ പോലെ അങ്ങ് പതുങ്ങിക്കളഞ്ഞല്ലോടാ. നീ ഒരു ആണാണെന്നുള്ള കാര്യം മറന്നുപോയോ? നെല്ല് വിളയുന്ന പാടത്ത് ചോര ഒഴുക്കി കളിക്കുന്ന നിന്നോട് ഞാൻ എന്ത് ബന്ധം ഉണ്ടാക്കാനാ? ഇതോടെ നിർത്തിക്കോ. നിങ്ങൾ ഈ കാണിക്കുന്നത് എടുത്തുചാട്ടമാണ്. ഇനി ഒരടി വെക്കാൻ പോലും ഞാൻ അനുവദിക്കില്ല. എന്റെ ജീവനോടൊപ്പം ഞാൻ അതിന് സമ്മതിക്കില്ല. എന്റെ കൂടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവൻ പണയം വെക്കുകയാണ്. എടാ, തീർത്ത് കളഞ്ഞേക്ക്.
എടാ നിന്നെ ഞാൻ മോനെ ഇങ്ങോട്ട് വാ. ഇവന്റെ മോന്തക്കിട്ട് മൂത്രം ഒഴിക്കടാ. എടാ വേണ്ട വേണ്ട എടാ വേണ്ടടാ വേണ്ട വേണ്ട ഒന്ന് നിൽക്ക്, പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. ഒരു കാര്യം പറയാ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എന്നെ അങ്ങ് കൊന്നേക്ക് ഇവിടെ വെച്ച് തന്നെ. ഈ നാടിന്റെ അതിർത്തിയിൽ ഒരു മരം നിൽപ്പുണ്ട്. അതും കടന്ന് നീ ഈ മണ്ണി ചവിട്ടിയ അവിടെ തന്നെ നിന്നെ കുഴിച്ചു മൂടിക്കളയും. ഇത് മനസ്സിലിരുന്നോണം. കേക്ക്. അതാ എത്തിയല്ലോ. നിനക്ക് സുഖല്ലേ? എന്താളിയാ, സുഖാണോ? ഓ സുഖം തന്നെ. ഗായത്രി മഹാലക്ഷ്മിക്ക് എന്തി? അതാ ഓടി വരുന്നുണ്ട്. എന്റെ ചക്കരക്കുട്ടി ഓടി വാ. നോക്കൂ, മുഹൂർത്തം തീരാറായി. പോയാലോ? എന്റെ പൊന്നുമോളല്ലേ, കരയല്ലേ? കഴിഞ്ഞു. വേദന ഇപ്പം മാറും മോളെ. ഒന്നുമില്ല മോളെ, കഴിഞ്ഞു. കഴിഞ്ഞടാ. കരയാതെടാ. നിനക്കെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. അറിയില്ലേ മോളെ? മഹാലക്ഷ്മി നിങ്ങളെ കൂടെ തന്നെ വളർന്നാ മതി. ജീവിതകാലം മുഴുവൻ ഇവൾ എന്റെ കൂടെ തന്നെ നിന്നോട്ടെ. ഈ ശ്രീരംഗപുരത്തിന്റെ മഹാറാണിയായിട്ട് മഹാലക്ഷ്മിയെ ഞാൻ മാറ്റും.